അസ്സലാമലൈക്കും ഫസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തുമണീസ് നമുക്ക് കുറച്ചധികം കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഏകദേശം 1 കിലോ മീൻ ഉണ്ടാവും കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചധികം മുളക് പൊടി അതുപോലെ തന്നെ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ചെറിയ മത്തി കേട്ടോ, ഒരു വിരലിൻ്റെ അത്ര വലിപ്പമുള്ളൂ. ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം മുത്തുമണീസ് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതാ കുഞ്ഞമ്മത്തി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ അത്രയും മീൻ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്ര ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതാ കുറച്ച് കുടംപുളി എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴുള്ള അതിലുള്ള പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുള്ളൂ. അപ്പം നമ്മൾ കുടംപുളി ഇട്ടിട്ട് മീൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുടംപുളി ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിലത്തെ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും. നമ്മളെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ അതും കൂടെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 8-10 അല്ലിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ചെറുതായതുകൊണ്ടാണ് അത്രയൊക്കെ എടുത്തത്. വലുതാണെങ്കിൽ ഒരു 4-5 അല്ലിയൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ അതാ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു 4-5 പീസാക്കിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ അത് അരിഞ്ഞ് കിട്ടും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള എല്ലാം നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിടന്ന് തിളച്ചോട്ടെ, നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂണ് ഓയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ചെറുതായിട്ട് കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോവും. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചൂടിലായിരിക്കുമല്ലോ എണ്ണ. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ആയിക്കോളും. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാളൊക്കെ കൂടിയിട്ടുള്ള ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള കുടംപുളി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം മാത്രമല്ല കേട്ടോ, ആ കുടംപുളിയുടെ കഷ്ണങ്ങളും കൂടെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞൻമത്തി മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ അധികം കുത്തി ഇളക്കാതെ നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നിയിട്ടോ, അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിലുള്ള മീനൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് അവിടെ കിടന്ന് തിളച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ചെറിയൊരു ഗ്രേവി ടൈപ്പിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള കുഞ്ഞമ്മത്തിക്കറി ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 2-3 പച്ചമുളക് നെടുക കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കിടിലൻ ടേസ്റ്റിലുള്ള കുഞ്ഞമ്മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മത്തി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾക്ക് കുഞ്ഞമ്മത്തി കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.